الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا عباد الله اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് ശ്രദ്ധയോടെ ജീവിക്കണേ എന്ന് ആമുഖമായി വസിയത്ത് നൽകുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഈമാനോടുകൂടി ജീവിക്കുവാനും കലിമത്ത് തൗഹീദോടുകൂടി മരണപ്പെടുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 59-ാമത്തെ ആയത്താണ് ആമുഖമായി ഓതിവച്ചത്. സത്യവിശ്വാസികൾ മതപരമായ വിഷയങ്ങളിൽ അവർ എടുക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന ഒരായത്താണിത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, വിശ്വാസികളെ, അതീഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ. വ അതീഉർ റസൂൽ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നിങ്ങൾ അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം, അമീറുമാരെയും നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നിങ്ങൾ അതിനെ മടക്കണം. ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കുക. വറസൂൽ, റസൂലിലേക്കും നിങ്ങൾ മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, വൽ യൗമിൽ ആഖിരി, പരലോകത്തും വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദാലിക ഖൈർ, അതാണ് ഉത്തമമായത്, വ അഹ്സനു തഅ്വീല, ഏറ്റവും ഉന്നതമായതും അത് തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ട് വിഷയങ്ങൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. ഒന്ന്,
മുസ്ലിങ്ങൾ മുഅ്മിനുകൾ അനുസരിക്കേണ്ട വിഭാഗങ്ങളെ സംബന്ധിച്ച് മൊത്തത്തിൽ അല്ലാഹു 3 കൂട്ടരെ സംബന്ധിച്ചു പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം. അള്ളാഹുവെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കുക. 2, റസൂലിനെ നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞു. റസൂലിന്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കുക. മറ്റൊന്ന്, ഉലുൽ അംർ, കൈകാര്യകർത്താക്കൾ. നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ ആരൊക്കെയുണ്ടോ ആ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 3 വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കണം, അത് നിർബന്ധമാണ് എന്ന് ഈ ആയത്തിന്റെ ഒരു ഭാഗത്ത് പറഞ്ഞു. രണ്ടാമത്തെ ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, മതപരമായ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, ദീനീപരമായ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ. അവിടെ 2 ആളുകളെ അല്ലാഹു പറഞ്ഞുള്ളൂ. ദീനിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ നിങ്ങൾ എന്തു ചെയ്യണം? അത് ഫറുദ്ദൂഹു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കണം, അല്ലാഹുവിന്റെ കിതാബിലേക്ക്. വർ-റസൂൽ, റസൂലിലേക്ക് നിങ്ങൾ മടക്കണം, അതായത് സുന്നത്തിലേക്ക് നിങ്ങൾ മടക്കണം. ഇവിടെയാണ് സഹോദരങ്ങളെ മുസ്ലിങ്ങളുടെ നിലപാട്, മതപരമായ വിഷയങ്ങളിലുള്ള നിലപാട് എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസമുണ്ടാവുക പതിവുള്ള കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒരു ഉപദേശം നൽകി, ഒരു സംസാരമുണ്ടായി പ്രവാചകൻ, ഒരു വഅദ്. ഹദീസിന്റെ ആരംഭം ഇങ്ങനെയാണ്, വഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദത്തൻ ഹസന. നബി ഞങ്ങൾക്ക് നല്ലൊരു ഉപദേശം നൽകി. ആ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞുപോയി, ഞങ്ങളാകെ വിറച്ചുപോയി. ഞങ്ങൾക്ക് തോന്നിപ്പോയി ഇത് പ്രവാചകന്റെ ഒരു വസിയ്യത്താണോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി, ഒരു വിടവാങ്ങുന്നവന്റെ ഒരു പ്രസംഗമാണോ എന്ന് തോന്നിപ്പോയി. ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. വലിയൊരു പ്രസംഗമാണത്, മൊത്തം ഇവിടെ പറയുന്നില്ല. അതിന്റെ അവസാന ഭാഗത്ത് പ്രവാചകൻ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഫഇന്നഹു മൻ യഇശ് മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഫസയറാ ഇഖ്തിലാഫൻ കസീറ, അയാൾക്ക് ദീനിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമായി കാണാൻ കഴിയും. ദീനിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അന്തിച്ചു നിൽക്കണമെന്നോ പകച്ചു നിൽക്കണമെന്നോ പിന്മാറണമെന്നോ മരവിപ്പിക്കണമെന്നോ അല്ല ഇസ്ലാം പറഞ്ഞത്. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ, എല്ലായിടത്തും അഭിപ്രായ വ്യത്യാസമാണ്, എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമാണ്, അയാൾ ഇങ്ങനെ പറയുന്നു ഇയാൾ ഇങ്ങനെ പറയുന്നു എന്നതല്ല, മറിച്ച് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫഅലൈക്കും ബിസുന്നതി, ഫഅലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമാണ്, അല്ലെങ്കിൽ നിങ്ങൾ മുറുകെ പിടിക്കണം, ബിസുന്നതി, എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരായി ഖുലഫാഉർ റാഷിദുകളൊന്നും സംസാരിക്കുകയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ദീനിൽ വന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളിലെ പരിഹാരമായി ചെയ്യേണ്ട കാര്യമാണ് ഖുർആനും സുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നത്. നബിയുടെ ചര്യയിലേക്ക് മടക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടുണ്ടോ? സ്ത്രീകൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കാൻ പാടുണ്ടോ? അത് മതം പഠിപ്പിച്ചതാണോ? അല്ലേ? അഭിപ്രായ വ്യത്യാസമുണ്ട്, ഈ സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കൂട്ടർ, ഒരു വിഭാഗം ആളുകൾ പറയുന്നത് സ്ത്രീകൾക്ക് അത് പാടില്ലാത്തതാണ്. പള്ളികളിൽ സ്ത്രീകൾക്ക് ജമാഅത്തുകളിൽ പങ്കെടുക്കുവാൻ പാടില്ലാത്തതാണ്, ഹറാമാണ്, നിഷിദ്ധമാണ് എന്നതാണ് സഹോദരങ്ങളെ ഒരു വാദം. അത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇസ്ലാമിക ലോകം എന്ന് പറയുന്നത് സഹോദരങ്ങളെ പ്രവിശാലമായ ഒരു ലോകമാണ് ഇസ്ലാമിന്റെ ലോകം. പക്ഷെ നമ്മുടെ ഈ ഇട്ടാവട്ടമുള്ള ഈ കേരളത്തിലെ
ഒരു വിഭാഗം ആളുകളുടെ അഭിപ്രായമാണ് സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ പാടില്ല, അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. മറ്റൊരു വിഭാഗം പറയുന്നു സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ അനുവദനീയമാണ്, പുണ്യകരമാണ്, അവർക്കതിൽ പങ്കെടുക്കാം. ജുമുഅ ജമാഅത്തുകളിൽ അവർക്ക് പങ്കെടുക്കാം, അത് അനുവദനീയമാണ്, അത് പുണ്യമുള്ളതാണ്. ഖുർആൻ ഈ വിഷയത്തിൽ എന്തു പറയുന്നു? വിശുദ്ധ ഖുർആൻ എന്തു പറയുന്നു? വിശുദ്ധ ഖുർആനിൽ പ്രിയമുള്ളവരെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും പറയുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഖുർആൻ മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മറിയം റളിയല്ലാഹു അൻഹായോട് അല്ലാഹുവിന്റെ ഒരു കൽപ്പനയുണ്ട്. ഒരു പള്ളിയിലാണല്ലോ അവർ താമസിച്ചത്. ഇസ്ലാമിലെ ഏറ്റവും പുണ്യമായ സ്ഥാനമുള്ള ഒരു മഹദിയാണ് അവര്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവാണ് അവര്. ഒരുപാട് കറാമത്തുകൾ അവർ വഴി ഉണ്ടായിട്ടുണ്ട്. ആ മറിയമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ മറിയം ഖുനുതി ലിറബ്ബികി മസ്ജുദി. യാ മറിയം, ഏ മറിയം, ഖുനുതി ലിറബ്ബിക്, നീ നിന്റെ റബ്ബിന് വിനയം കാണിക്കുക, ഖുനൂത്ത് കാണിക്കുക. വസ്ജുദി, നീ സുജൂദ് ചെയ്യുക. വർക്കഈ, നീ റുകൂഉ ചെയ്യുക. മഅർ റാക്കിഈൻ, റുകൂഉ ചെയ്യുന്നവരോടൊപ്പം. അവരെവിടെ ഉണ്ടാകുക? ഈ റുകൂഉ ചെയ്യുന്നവരെവിടെ ഉണ്ടാകുക? ആ സമൂഹം എവിടെയുണ്ടാകുക? ആ സംഘം എവിടെയാണ്? അത് പള്ളിയിലാണ്. മറിയം ബീവി വളർന്നത് പള്ളിയിലാണ്. മറിയം ബീവിയെ വളർത്തിയത് ഒരു പ്രവാചകനാണ്. മറിയം ബീവിയെ ഏറ്റെടുത്തത് ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ പരിപാലിക്കുന്ന പള്ളിയിൽ, ഇസ്ലാമിലെ സുപ്രധാനമായ മൂന്നാമത്തെ പള്ളിയിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ്, മറിയമിനോടുള്ള കൽപ്പനയാണ്. മറിയം, നീ അള്ളാഹുവിനോട് വിനയം കാണിക്കണം, നീ അള്ളാഹുവിന് വേണ്ടി റുകൂഉ ചെയ്യണം, നീ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യണം. അത് റുകൂഉ ചെയ്യുന്നവരോടും സുജൂദ് ചെയ്യുന്നവരോടും ഒപ്പമായിരിക്കണം. ജമാഅത്തിൽ പങ്കെടുക്കാമെന്ന് തന്നെയാണ് പ്രിയമുള്ളവരെ ഈ ആയത്ത് നമ്മെ മനസ്സിലാക്കി തരുന്നത്. ഇത് മറിയം ബീവിയുടെ കഥയാണ്. ഖുർആൻ ഇതാണ് മൊത്തത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു. ഖുർആനിന്റെ വിശദീകരണമാണല്ലോ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളിലെ ഹദീസുകൾ പരന്നു കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു മഹാനാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു. ആ മഹാനായ ഖലീഫ, രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ മകൻ ഇബ്നു ഉമർ, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, അനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അനിൻ നബി ഇദാ ഇസ്തഅദനകും നിസാഉകും ബില്ലൈൽ ഇലൽ മസ്ജിദി ഫഅദനു ലഹുന്ന. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഇസ്തഅദനകും നിസാഉകും, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ, സമ്മതം ചോദിച്ചാൽ, ഇതിന് ചോദിച്ചാൽ, എപ്പോൾ? ബില്ലൈൽ, പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ. ബില്ലൈൽ, രാത്രിയിൽ നിങ്ങളോട് അനുവാദം ചോദിച്ചു. എന്തിന്? ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് പോകുവാൻ. രാത്രിയിൽ പള്ളിയിലേക്ക് പോകുവാൻ നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ മകൻ ഇബ്നു ഉമർ പറഞ്ഞു തരുന്ന ഹദീസ് സ്വഹീഹ് ബുഖാരിയിൽ സഹോദരങ്ങളെ നമ്മൾ വായിക്കും. മറ്റു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തന്നെ പറയുന്ന ഒരു ഹദീസ്, സമിഅതു റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു, യഖൂൽ, പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ലാ തംനഉ നിസാഅകും, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ തടയരുത്, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ തടയരുത്, അൽ മസാജിദ, പള്ളികളെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ശാഫി മദ്ഹബിലെ സുപ്രധാനമായ ഒരു പണ്ഡിതനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ബാബിന്റെ അധ്യായത്തിന്റെ പേരു തന്നെ നൽകിയിരിക്കുന്നത് ഖുറൂജുൻ നിസാഇ ഇലൽ മസാജിദ്. ഖുറൂജുൻ നിസാ, സ്ത്രീകൾ പുറപ്പെടൽ, ഇലൽ മസാജിദ്, പള്ളികളിലേക്ക്. അപ്പൊ പള്ളികളിലേക്ക് സ്ത്രീകൾ പുറപ്പെടൽ എന്ന ഒരു അധ്യായം തന്നെ ഇമാം നവവി ഈ ഹദീസിനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ അധ്യായത്തിലാണ് ഈ ഹദീസ് ചേർത്ത് വെച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇസ്ലാമിക ലോകം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ലോകം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിൽ തടസ്സമില്ല, ഇസ്ലാം അത് അനുവദിച്ചതാണ് എന്ന് പറയുന്നത്. ഇസ്ലാമിന് 3 പള്ളികളാണ് വിശുദ്ധമായ പള്ളികളായിട്ടുള്ളത്. ലാ തശുദ്ദു റിഹാൽ ഇല്ലാ ഇലാ 3 മസാജിദ്. 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ തീർത്ഥാടനം നടത്തരുത്. ഇത് തീർത്ഥാടനമുണ്ടല്ലോ, ആ തീർത്ഥാടനം നിങ്ങൾ നടത്തരുത് 3 പള്ളികളിലേക്ക്. നമുക്കറിയാം 3 പള്ളികള്. ഒന്ന് സഹോദരങ്ങളെ ഫലസ്തീനിലുള്ള പള്ളിയാണ്, അഖ്സ എന്നാണ് അതിനെ പറയുക. അതിവിദൂരമായ പള്ളി എന്ന അതിന്റെ പേര് തന്നെ അഖ്സ പള്ളിയാണത്, ഫലസ്തീനിലെ പള്ളിയാണ്. പ്രിയമുള്ളവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകളാൽ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന മക്കയിലുള്ള പള്ളിയാണ് മറ്റൊന്ന്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ച മറ്റൊരു പള്ളിയാണ് മസ്ജിദുൻ നബവി, മദീനത്തെ മസ്ജിദ്. ഇതാണ് വിശുദ്ധമായ 3 പള്ളികൾ. മുസ്ലിങ്ങൾക്ക് തീർത്ഥാടനം അനുവദിച്ച 3 പള്ളികൾ ഇതാണ്. മറ്റു പള്ളികളെല്ലാം ലോകത്ത് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഒരേ നിലവാരമാണ്. ഈ 3 പള്ളികളിലും പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇതാ ഇന്നേ വരെ, ഞാൻ ഈ ഖുതുബ നടത്തുന്ന ഇന്നേ വരെ സ്ത്രീകൾ ജുമുഅ ജമാഅത്തിനു വേണ്ടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഫലസ്തീനിലെ പള്ളിയെ തൽക്കാലം നമ്മൾ മാറ്റി നിർത്താം. മക്കത്തെ പള്ളിയിൽ പ്രിയമുള്ളവരെ സഹോദരിമാർ ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നു. ഇസ്ലാമിക ലോകത്ത് തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് മക്ക. ആ മക്കയിലെ ഒരു പണ്ഡിതനും സ്ത്രീകൾ പള്ളിയിൽ വരുന്നത് ഹറാമാണ്, സ്ത്രീകൾ പള്ളിയിൽ വരരുത് എന്ന് പറഞ്ഞിട്ടില്ല. മസ്ജിദുൻ നബവി ഇസ്ലാമിക ലോകത്തറിയപ്പെട്ട സ്ഥലമാണ്, പണ്ഡിതന്മാരുടെ നാടാണത്. അവിടെയും ഒരൊറ്റ പണ്ഡിതനും സ്ത്രീകളെ നിങ്ങൾ പള്ളിയിലേക്ക് വരരുത്, ജുമുഅ ജമാഅത്തിന് നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഈ 3 പള്ളികളിലും പ്രിയമുള്ളവരെ സ്ത്രീകൾ ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നു. അവർക്കത് അനുവദനീയമാണ്. അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളായി അത് മുടക്കം ചെയ്യരുത്. അത് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീ വിഭാഗത്തിന്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറിയം ബീവിയുടെ കാലം മുതൽ തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളെ ഇതിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി തെളിവുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം നമ്മൾ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പതിവുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ബുഖാരി, സ്വഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നി ല അദ്ഖുലു ഫി സ്വലാത്തി ഫഅരീദി ഇതാലതഹാ. ഇന്നി ല അദ്ഖുലു ഫി സ്വലാ, ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. എവിടെ? നബിയുടെ പള്ളിയിൽ. നബിയുടെ പള്ളിയിൽ നബിയാണല്ലോ ഇമാമത്ത് നിൽക്കല്. ആ ഇമാമത്ത് നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. ഫഉരീദു, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കും ഇത്വാലതഹാ, ഈ നിസ്കാരം കുറച്ച് ദീർഘിപ്പിക്കണം, ദീർഘമായി സൂറത്തുകൾ ഓതണം, ഈ നിസ്കാരം ദീർഘമാക്കണം എന്ന് ഞാൻ വിചാരിക്കും. ഫഅസ്മഉ ബുകാഅ അസ്സബിയ്യി, അപ്പോൾ ഞാൻ കുട്ടിയുടെ കരച്ചിൽ കേൾക്കും. അപ്പോൾ ഞാൻ കുട്ടിയുടെ കരച്ചിൽ കേൾക്കും. ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇമാമത്തായി നിൽക്കുന്ന സമയത്ത് സുദീർഘമായി നമസ്കരിക്കണമെന്ന് പ്രവാചകൻ വിചാരിച്ച സ്ഥലത്ത് അള്ളാഹുവിന്റെ റസൂൽ ഫഅസ്മഉ ബുകാഅ അസ്സബിയ്യി, കുട്ടികളുടെ കരച്ചിൽ പ്രവാചകൻ കേൾക്കുന്നു. ഫഅതജവ്വസു ബിഹി, അപ്പോൾ ഞാൻ ചുരുക്കും. എന്താണ് ഞാൻ ചുരുക്കുന്നത്? എനിക്ക് മനസ്സിലായി, അലമു മിൻ ശിദ്ദതി വജ്ദി ഉമ്മി,
ആ കരയുന്ന കുട്ടിയുടെ മാതാവിന്റെ വേദന ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് ഞാൻ നമസ്കാരം ചുരുക്കും. ആരാ പറഞ്ഞ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മദീനത്തെ പള്ളിയിൽ സ്ത്രീകളുണ്ടായിരുന്നോ? സ്ത്രീകളുടെ കൂടെ കുട്ടികളുണ്ടായിരുന്നോ? ആ കുട്ടികളുടെ കരച്ചിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് പ്രിയമുള്ളവരെ എല്ലാ ഗ്രന്ഥങ്ങളിലും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മുടെ പള്ളിയിലെ ഇമാമുകളും സ്ത്രീകൾ വരുന്ന ജുമാ ജമാഅത്തുകളിൽ കുട്ടികളുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ ആ നമസ്കാരം ഒന്ന് ചുരുക്കണമെന്ന് പറയുന്നത്. അത് മതത്തിന്റെ ഒരു വിധിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസ് പ്രിയമുള്ളവരെ, സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല എന്നു തന്നെയാണ്. ഇനി മറ്റൊരു സംഭവം നിങ്ങൾ കേൾക്കൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണല്ലോ ആയിഷ. മുസ്ലിം സമൂഹത്തിന്റെ ദീനീ വിഷയങ്ങളിൽ ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടാക്കിയ ഒരു മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവരിൽ നിന്നാണ് പ്രവാചകന്റെ കുടുംബജീവിതത്തിന്റെ ഒരുപാട് ഹദീസുകള്, ഒരുപാട് വിധികൾ, ഒരുപാട് തീർപ്പുകൾ മുസ്ലിം സമൂഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഈ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, أن النبي كان يعتكف العشر الأواخر من رمضان. أن النبي തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഖിഫു, അല്ലാഹുവിന്റെ റസൂൽ ഇഅ്തികാഫിരുന്നിരുന്നു. അൽ അശർ അൽ അവാഖിർ, അവസാനത്തെ പത്തിൽ, മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫിരുന്നിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത് വരെ, മരിപ്പിക്കുന്നത് വരെ, നബിയുടെ വഫാത്ത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിൽ ഇഅ്തികാഫിരുന്നിരുന്നു. ഇത്തിക്കാഫ് എവിടെ? ഇത്തിക്കാഫിന്റെ അദബുകൾ എന്താ? അതിന്റെ ശർത്ത് എന്തൊക്കെയാണ്? ഇത്തിക്കാഫ് പള്ളിയിലല്ലേ ഇത്തിക്കാഫ് ഇരിക്കുക? ജമാഅത്ത് നടക്കുന്ന പള്ളിയിലല്ലേ ഇത്തിക്കാഫ് ഇരിക്കുക? ജുമുഅ നടക്കുന്ന പള്ളിയിലല്ലേ ഇത്തിക്കാഫ് ഇരിക്കുക? 10 ദിവസമാണ് ഇരുന്നത്. അപ്പൊ 10 ദിവസം ഇരിക്കുമ്പോ അതിന്റെ ഇടയിൽ ഒരു വെള്ളിയാഴ്ച വരില്ലേ? ജമാഅത്തുകൾ മാത്രമല്ലല്ലോ, ജുമുഅയും ഉണ്ടാകുമല്ലോ. ഈ ജുമുഅ ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ ഇത്തികാഫ് സഹിയാണെങ്കിൽ അങ്ങനെ തന്നെ വേണം. ആ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ ഇത്തികാഫിരുന്നു. അതിലാർക്കും സംശയമില്ല. പിന്നെ ഈ ഹദീസിന്റെ അവസാന ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്വാജുഹു, അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ ഇണകൾ, അവിടുത്തെ ഭാര്യമാർ പ്രവാചകന്റെ കാലശേഷം പള്ളിയിൽ ഇഅ്തികാഫിരുന്നു. ഒരാൾക്കും, മുസ്ലിം സമൂഹത്തിലെ ഏത് സംഘടനയ്ക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണിത്. അല്ലാഹുവിന്റെ പ്രവാചകൻ 10 ദിവസം പള്ളിയിൽ ഇഅ്തികാഫിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം അവിടുത്തെ ഭാര്യമാരും ഇഅ്തികാഫിരുന്നു. അപ്പൊ ഇവരെ ഇഅ്തികാഫിരിക്കുമ്പോ പ്രിയമുള്ളവർ, ഇവരെങ്ങനെ നിസ്കരിക്കാറ്? ഈ സ്ത്രീകൾ എങ്ങനെ നിസ്കരിക്കുക? അവിടെ നടക്കുന്ന ജമാഅത്തിൽ അവർ പങ്കെടുക്കും, അവിടെ നടക്കുന്ന ജുമാകളിൽ അവർ പങ്കെടുക്കും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇതൊക്കെ പ്രിയമുള്ളവരെ നമ്മൾ എങ്ങനെ മറച്ചു വെച്ചാലും ശരി, എങ്ങനെ മറച്ചു വെച്ചാലും ശരി, ഈ തെളിവുകൾ പ്രിയമുള്ളവരെ ഉയർന്നു തന്നെ നിൽക്കും. ഇസ്ലാം നിലനിൽക്കുന്നത് ബുർഹാനിന്റെ അടിസ്ഥാനത്തിലാ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ്. ആരൊക്കെ ഇത് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും പ്രിയമുള്ളവരെ ഇത് മറയുകയില്ല, ഇത് സ്വഹീഹായി നിലനിൽക്കുക തന്നെ ചെയ്യും. സഫിന്റെ മര്യാദകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സഫ് കെട്ടല്ലോ നമ്മൾ പള്ളിയിൽ വന്നിട്ട്. ഈ പള്ളിയിൽ വന്ന് സഫ് കെട്ടുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത്? ഖൈറു സുഫൂഫിർ റിജാൽ, പുരുഷന്മാരുടെ സഫുകളിൽ ഏറ്റവും ഖൈറായത് അവ്വലുഹാ, അതിലേറ്റവും ആദ്യത്തെ സഫാണ്. വശറുഹാ, അതിലേറ്റവും തിന്മയുള്ള സഫ് ആഖിറുഹാ, അവസാനത്തെ സഫാണ്. അപ്പൊ പുരുഷന്മാരുടെ സഫിൽ ഏറ്റവും ഉത്തമമായ സഫ് ഒന്നാമത്തെ സഫ്, ഇമാമിനോട് ചേർന്നുള്ള സഫ്.
പിന്നെ ആ സഫിന്റെ കൂലി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. അവസാനത്തെ സഫിലേക്കാണെങ്കിൽ ബശറുഹാ, അതിലേറ്റവും മോശമായത് അവസാനത്തെ സഫാണ്. അവസാനത്തെ സഫിൽ ആള് നിൽക്കാൻ പാടില്ല എന്നല്ല കേട്ടോ ഈ പറഞ്ഞതിനർത്ഥം. കൂലിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞതാ, പ്രതിഫലത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞതാ. അവിടെ നിന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തുടർന്ന് പറഞ്ഞു വഖൈറു സുഫൂഫിൻ നിസാ, സ്ത്രീകൾ സഫുകൾ കെട്ടുമ്പോൾ ശ്രദ്ധിക്കണേ, സ്ത്രീകളുടെ അണികളിൽ വരികളിൽ സഫുകളിൽ ഏറ്റവും ഖൈറായത് ആഖിറുഹാ, അവസാനത്തെ സഫാണ് ഏറ്റവും ഖൈറായത്. വശറുഹാ അവ്വലുഹാ, അതിലേറ്റവും ശർറായത് അവ്വലുഹാ, ആദ്യത്തെ സഫാണ്. ഇതെന്തേ പറയാൻ കാരണം, നമ്മളെ ഇന്നത്തെ പള്ളി പോലെയല്ല അന്നത്തെ പള്ളി. അന്നത്തെ പള്ളിയിൽ ആളുകൾ നിന്നിരുന്നതിനെ സംബന്ധിച്ച് സഹോദരങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ആദ്യം പുരുഷന്മാർ നിൽക്കും, പിന്നീട് കുട്ടികൾ നിൽക്കും, പിന്നീട് സ്ത്രീകൾ നിൽക്കും. ഇതാ നമസ്കാരത്തിന്റെ രീതി. ആ രീതിയിലാണ് പ്രവാചകൻ അവരെ പഠിപ്പിച്ചത്. ആ രീതിയിലാണ് ഇസ്ലാമിന്റെ അധ്യാപനം. മദീനത്തെ പള്ളിയുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, പുരുഷന്മാരുടെ സഫുകളുടെ കൂട്ടത്തിൽ ആദ്യത്തെ സഫിനാണ് ഏറ്റവും ശ്രേഷ്ഠത, സ്ത്രീകളുടെ സഫിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത അവസാനത്തെ സഫിനാണ് എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം വീട്ടിയാൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂൽ കുറച്ചു നേരം അവിടെ ഇരിക്കാറുണ്ട്. സലാം വീട്ടിയാൽ നബി കുറച്ചു നേരം അവിടെ ഇരിക്കും. എന്തിനാ പ്രവാചകൻ ഇരിക്കുന്നത്? സ്ത്രീകൾ പിരിഞ്ഞു പോകാൻ വേണ്ടിയാണ്. ജമാഅത്ത് നമസ്കാരത്തിലേക്ക് വന്ന സ്ത്രീകൾ പിരിഞ്ഞു പോകാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരിക്കാറുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ സഹോദരങ്ങളെ നമ്മൾ അതിനെ മടക്കേണ്ടത് അള്ളാഹുവിന്റെ കിതാബിലേക്കും പ്രവാചകന്റെ ചര്യയിലേക്കുമായിരിക്കണം നമ്മൾ അതിനെ മടക്കേണ്ടത്. അവിടെ ഒരു കാര്യം സ്ഥിരപ്പെട്ടുവെന്ന് വന്നാൽ അത് സ്വഹീഹാണെന്ന് പറഞ്ഞാൽ ആരൊക്കെ അതിനെതിരെ നിന്നാലും ശരി, എന്തൊക്കെ അതിനെതിർവാദങ്ങൾ ഉന്നയിച്ചാലും ശരി, ആ ഒരു നിലപാടായിരിക്കണം സത്യവിശ്വാസികളുടെ നിലപാട് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്തുൻ നിസായിലെ ഞാൻ ഓതിവെച്ച 59-ാമത്തെ ആയത്തിൽ മതപരമായ വിഷയങ്ങളിൽ അത് ചെറുതാകട്ടെ വലുതാകട്ടെ, വിവാദമുള്ളതാകട്ടെ വിവാദമില്ലാത്തതാകട്ടെ, എന്തായിരുന്നാലും ശരി, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണേ. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണേ. വ ഇൻ തനാസഅതും ഫീ ശൈഇൻ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ഈ ശൈഉൻ എന്ന് പറഞ്ഞാൽ ഉമൂറുദ്ദീനാണ്, ദീനിന്റെ വിഷയങ്ങളാണ്. ദീനീ വിഷയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഫർദൂഹു ഇലല്ലാഹ്, നിങ്ങൾ അതിനെ അല്ലാഹുവിലേക്ക് മടക്കണേ. വറസൂൽ, റസൂലിലേക്കും നിങ്ങൾ മടക്കണേ. സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുവാൻ പറ്റുമോ ഇല്ലയോ എന്ന അഭിപ്രായ വ്യത്യാസം നമ്മൾ മടക്കി അള്ളാഹുവിലേക്ക് നമ്മൾ മടക്കി, അള്ളാഹുവിന്റെ കിതാബിലേക്ക് നമ്മൾ മടക്കി, റസൂലിന്റെ ചര്യയിലേക്ക് നമ്മൾ മടക്കി, ഖുലഫാഉർ റാഷിദുകളുടെ സീറയിലേക്ക് നമ്മൾ മടക്കി. അവിടെയൊക്കെ സഹോദരങ്ങളെ ഒരു എതിരഭിപ്രായമില്ലാത്ത ഒരു വിഷയമാണിത്. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തർക്ക വിഷയങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചം വീശുന്ന കൃത്യമായ തെളിവുകളിലൂടെ നടന്നു പോകുവാനും നിലപാടെടുക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. യാ ഇബാദല്ലാഹി തഖുല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമതൊരിക്കൽ കൂടി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളെ, 2 വാദങ്ങൾ സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ വ്യാപകമായി നടക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതാണ്.
സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു, ജുമാ ജമാഅത്തുകളിൽ അവർ പങ്കെടുത്തിരുന്നു. പക്ഷെ ഹിജാബിന്റെ ഒരു ആയത്തിറങ്ങി. ഈ ആയത്തിറങ്ങിയതിന് ശേഷം പിന്നീട് അവർ ജുമാ ജമാഅത്തുകളിലോ പള്ളികളിലോ പോയിട്ടില്ല എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു വരും. രണ്ടാമത്തേത്, ഫിത്ന ഭയക്കുകയാണെങ്കിൽ, ഫിത്ന എന്ന് പറഞ്ഞ കുഴപ്പം ഭയക്കുകയാണെങ്കിൽ, കുഴപ്പമുണ്ടാകും. സ്ത്രീകൾ പള്ളികളിലേക്കോ ജുമാ ജമാഅത്തുകളിലേക്കോ പോയാൽ കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് അവർ ജുമാ ജമാഅത്തുകളിൽ പള്ളിയിൽ നിന്ന് മാറി നിൽക്കണം എന്നും വ്യാപകമായി പ്രചരിപ്പിച്ചു വരും. ഇപ്പോഴത്തെ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ആണല്ലോ. പൊതുജനങ്ങള് പൊതുവെ അവരുടെ ആശയ രൂപീകരണവും നിലപാടുകളുമൊക്കെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സഹോദരങ്ങൾ എടുക്കുന്നത്. ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദീനിന്റെ ആധികാരിക കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നതോടൊപ്പം തന്നെ വ്യാപകമായി സോഷ്യൽ മീഡിയ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് എല്ലാവരും അതിന്റെ ആളുകളായതുകൊണ്ട് സഹോദരങ്ങൾ ആ ധാരണ പിശകുകൾ നമ്മൾ മാറ്റണം. ഈ ഹിജാബിന്റെ ആയത്തെന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള ആയത്തല്ലേ? ഖുർആനിലുള്ള ആയത്താണല്ലോ ഹിജാബിന്റെ ആയത്ത്. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നത് ഹിജറ 3-ാമത്തെ വർഷമാണ്. ഇനി 5-ാമത്തെ വർഷമാണെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തിന് മുമ്പാണല്ലോ ഈ ആയത്തിറങ്ങുന്നത്. പ്രിയമുള്ളവരെ, നാം ഇതുവരെ കേട്ട ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സംഭവങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളല്ലേ? ഹിജാബിന്റെ ആയത്തിന്റെ അർത്ഥം സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്നതാണെങ്കിൽ ഉടനെ അല്ലാഹുവിന്റെ റസൂൽ അത് മുടക്കില്ലേ? ഇതാ ആയത്തിറങ്ങിയിരിക്കുന്നു, ഇനി നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടക്കുകയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ അത് മുടക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. ഹിജാബിന്റെ ആയത്ത് ഇതായിട്ടൊരു ബന്ധവുമില്ല. ഹിജാബിന്റെ ആയത്ത് എന്ന് പറയുന്നത് സ്ത്രീകൾ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പഴയ ജാഹിലിയ കാലഘട്ടം പോലെ അവരിങ്ങനെ നടക്കരുത്, സൗന്ദര്യ പ്രകടന വസ്തുക്കളുമൊക്കെയായി അവര് അഴിഞ്ഞാട്ടം നടത്തരുത് എന്ന് പറയുന്ന ഒരായത്താണ് സഹോദരങ്ങൾ. അത് ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. രണ്ടാമത്തെ വിഷയം ഫിത്നയാണ്, കുഴപ്പമാണ്. എന്താ കുഴപ്പമുണ്ടാകുക? സ്ത്രീകൾ പള്ളിയിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ജുമാ ജമാഅത്തുകളിലേക്ക് വന്നാൽ എന്ത് കുഴപ്പമുണ്ടാകുക? എന്ത് ഫിത്നയുണ്ടാകുക? എവിടെയൊക്കെ നമ്മളെ സഹോദരിമാര് പോകുന്നുണ്ട്, അതിനൊരാളും ഒരു വിലക്ക് പറഞ്ഞിട്ടില്ലല്ലോ സഹോദരങ്ങളെ. നമ്മുടെ സഹോദരിമാർ അടുക്കളകളിലോ ഇരുട്ടറകളിലോ മാത്രം തളച്ചിടേണ്ടവരാണോ അവർ? അവർ പുറത്തിറങ്ങേണ്ടവരല്ലേ? അവർ പുറത്തിറങ്ങുന്നു. പ്രിയമുള്ളവരെ, പള്ളി മാറ്റിവെക്കുക. നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത് മാറ്റിവെക്കുക. ഷോപ്പിങ്ങിന് നമ്മുടെ സഹോദരിമാർ പോകുന്നില്ലേ? വിവാഹങ്ങൾക്ക് നമ്മുടെ സഹോദരിമാർ പോകുന്നില്ലേ? ആശുപത്രികളിലേക്ക് നമ്മുടെ സഹോദരിമാർ പോകുന്നില്ലേ? സ്കൂളുകളിലേക്ക്, കലാലയങ്ങളിലേക്ക്, ഉദ്യോഗങ്ങളിലേക്ക് നമ്മുടെ സ്ത്രീകൾ പോകുന്നില്ലേ? അവിടെയൊന്നും ഇല്ലാത്തൊരു ഫിത്ന, അവിടെയൊന്നും ഇല്ലാത്തൊരു കുഴപ്പം. ഈ പള്ളിയിലേക്ക് മാത്രം ഈ ഫിത്ന വരുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ഫിത്നയില്ല. ഫിത്നയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ എവിടെയും ഫിത്നയാണ്. പള്ളികളിലേക്ക് മാത്രമാണ്, പള്ളികളിലേക്ക് പുറപ്പെടുന്നതിൽ മാത്രമാണ് ഫിത്ന എന്നുള്ളത് സഹോദരങ്ങളെ, അത് മനുഷ്യന് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഈ വെള്ളി വെളിച്ചത്തെ, സ്ത്രീകൾക്ക് നൽകിയ ഈ സ്വാതന്ത്ര്യത്തെ അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും സ്ത്രീ സമൂഹത്തിന് നൽകിയ ഈ സ്വാതന്ത്ര്യത്തെ ഒരു കാര്യത്തിലും ഇസ്ലാം അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവർ എന്ത് നന്മ ചെയ്യുന്നുവോ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ ഫമൻ യഅമൽ, നിങ്ങൾ ആര് പ്രവർത്തിച്ചാലും ശരി, നന്മ ആര് പ്രവർത്തിച്ചാലും ശരി, സ്ത്രീയാണ് എന്നതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റി നിർത്തുകയില്ല. അവർക്ക് പ്രിയമുള്ളവരെ പ്രതിഫലം കിട്ടും. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന ജുമാഅക്ക് വന്നിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഒരുപക്ഷെ സ്ത്രീകൾക്കായേക്കാം. കാരണം എന്തുകൊണ്ട് സഹോദരങ്ങളെ? ഒരു പുരുഷൻ പള്ളിയിലേക്ക് വരുന്നതിനേക്കാൾ ത്യാഗമാണ് ഒരു സ്ത്രീ പള്ളിയിലേക്ക് വരിക എന്നുള്ളത്.
അവരുടെ മനസ്സ് വായിക്കുന്ന അല്ലാഹു, അവരുടെ മനസ്സറിയുന്ന അല്ലാഹു. മനസ്സിനാണല്ലോ പ്രതിഫലം നൽകുക, നിയ്യത്തിനാണല്ലോ പ്രതിഫലം നൽകുക. അതുകൊണ്ട് ഫമൻ യഅമൽ, ആര് പ്രവർത്തിച്ചാലും ശരി, അതൊരു അണുമണി തൂക്കമാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീ പുരുഷൻ എന്ന വിവേചനം പ്രതിഫലത്തിന്റെ കാര്യത്തിലില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ ധാരാളം സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ഈ വശം ഹിജാബിന്റെ ആയത്തിറങ്ങി എന്നതുകൊണ്ട് മറഞ്ഞു പോവുകയില്ല, ഫിത്ന വരും എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചതുകൊണ്ടും മറഞ്ഞു പോവുകയില്ല. അവർക്കിഷ്ടമുണ്ടെങ്കിൽ പള്ളിയിലേക്ക് വരാം, അതിൽ നിന്ന് അവരെ തടയാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ഫത്വ നൽകിയും അവരെ തടയാൻ പാടില്ല, ഒരു പണ്ഡിതനും അവരെ തടയാൻ പാടില്ല. ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പണ്ഡിതന്മാരും മുഴുവൻ മദ്ഹബിന്റെ ആളുകളുമൊക്കെ അനുവദിച്ച ഒരു കാര്യമാണ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 3 കേന്ദ്രങ്ങളിലെ മഹാൻ പണ്ഡിതന്മാർ മുഴുവൻ അനുവദിച്ച ഒരു കാര്യമാണ്. ഉംറകൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ സ്ത്രീകളെ കൊണ്ടുപോകുന്നത് പറയുന്നവർ തന്നെ, സലാത്തു നഗറുകളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ സ്ത്രീകളെ കൊണ്ടുപോകുന്നു ഇത് പറയുന്നവർ തന്നെ, ജാറങ്ങളിൽ നടക്കുന്ന പൂരങ്ങളിലേക്ക്, ഉത്സവങ്ങളിലേക്ക് എത്രയോ സ്ത്രീകളെ കൊണ്ടുപോകുന്നു ഇത് പറയുന്നവർ തന്നെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്തരം ഒരു വിചിത്രമായ വാദം കേരളത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഇസ്ലാമിന്റെ വാദമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ സത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ പിഴവുകളും കുറവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പ്രയാസങ്ങളിലും വേദനകളിലും വിഷമങ്ങളിലും രോഗങ്ങളിലും കഴിയുന്ന സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളിൽ പ്രയാസപ്പെട്ടു പോകുന്ന സഹോദരങ്ങൾ